Force on a rectangular loop carrying current in a magnetic field. ഒരു റെക്ടാങ്കുലർ ലൂപ്പ് കൺസിഡർ ചെയ്യുന്നു. ABCD എന്ന് പറയുന്നത് അതിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലെങ്ത്ത് L ആണ്, ബ്രെഡ്ത്ത് B ആണ്. അത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് Bയിൽ നമ്മൾ പ്ലേസ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഓരോ ഭാഗത്തും അതിൻ്റെ ലെങ്ത്തിലും അതുപോലെ തന്നെ ബ്രെഡ്ത്തിലും എന്ത് ചെയ്യുന്നുണ്ട് പറഞ്ഞാൽ ഫോഴ്സ് നമുക്ക് നോക്കാം. ഇപ്പോൾ രണ്ട് സൈഡുകളാണുള്ളത്. ഫോഴ്സ് ഓൺ AB ആൻഡ് CD. നമ്മൾ നേരത്തെ പഠിച്ചു ഫോഴ്സ് കണ്ടെത്താനുള്ള ഫോർമുല ഫോഴ്സ് ഈസ് ഈക്വൽ ടു F ഈസ് ഈക്വൽ ടു I ഇൻറ്റു L ക്രോസ് B ആണ്. ILB സൈൻ തീറ്റ. ഇവിടെ AB എന്ന സൈഡിലും അതുപോലെ തന്നെ CD എന്ന സൈഡിലും മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് തീറ്റയുടെ വാല്യൂ 90 ഡിഗ്രിയാണ്. അതുകൊണ്ട് നമുക്ക് ഫോഴ്സ് കിട്ടുന്നത് ILB ആണ്. ഇനി ഫോഴ്സ് ഓൺ BC ആൻഡ് DA. ഇത് പാരലൽ ആണ്. അതുകൊണ്ട് തീറ്റയുടെ വാല്യൂ 0 ആയതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഫോഴ്സിൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ ABയിലും CDയിലും അനുഭവപ്പെടുന്ന ഫോഴ്സ് കാരണം അവിടെ ഒരു റൊട്ടേറ്റിംഗ് എഫക്റ്റ് ഉണ്ടാവും. അതിനെ നമ്മൾ ടോർക്ക് എന്ന് വിളിക്കുന്നു. ടോർക്ക് കണ്ടെത്താനുള്ള ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഇവിടെ ഫോഴ്സ് എന്ന് പറയുന്നത് ILB ആണ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് പറഞ്ഞാൽ സ്മോൾ b ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ടോർക്ക് ഈസ് ഈക്വൽ ടു ILB ഇൻറ്റു B. ഇത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഏരിയയാണ് നമുക്കറിയാം. അപ്പോൾ സ്മോൾ ഇൻറ്റു സ്മോൾ b ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ A ഏരിയയാണ്. അപ്പോൾ നമുക്കത് കിട്ടി ടോർക്ക് ഈസ് ഈക്വൽ ടു IAB. ഇനി n നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെങ്കിൽ n കോയിൽസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇക്വേഷൻ എന്തായിട്ട് മാറും? ടോർക്ക് ഈസ് ഈക്വൽ ടു INAB. മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ MCG ഫിഗറാണ്. ഒരു റെക്ടാങ്കുലർ കോയിൽ ഉണ്ട്. അത് ഒരു ഫൈബർ ഉപയോഗിച്ചിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ആ ഫൈബറിൻ്റെ അടുത്തായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു പറഞ്ഞാൽ ഒരു മിറർ സ്ട്രിപ്പ് ഉണ്ട്. അതുപോലെ തന്നെ താഴെ ആയിട്ട് ഒരു സ്പ്രിങ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. മുകളിലൂടെ കറണ്ട് വരുന്നു, റെക്ടാങ്കുലർ കോയിലിലൂടെ പാസ് ചെയ്യും, അത് സ്പ്രിങ്ങിലൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഇതിൻ്റെ പ്രിൻസിപ്പിൾ നോക്കാം. കറണ്ട് ഈസ് പ്രൊപ്പോർഷണൽ ടു ഡിഫ്ലക്ഷൻ. അപ്പോൾ ഈ മൂവിങ് കോയിൽ ഗാൽവനോമീറ്ററിലൂടെ നമ്മൾ പാസ് ചെയ്യുന്ന കറണ്ട് അതിൻ്റെ ഡിഫ്ലക്ഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. I പ്രൊപ്പോർഷണൽ ടു തീറ്റ. അതാണ് മൂവിങ് കോയിൽ ഗാൽവനോമീറ്ററിൻ്റെ പ്രിൻസിപ്പിൾ. ഇനി അതിൻ്റെ കൺസ്ട്രക്ഷൻ നോക്കാം. ഇറ്റ് കൺസിസ്റ്റ്സ് ഓഫ് എ റെക്ടാങ്കുലർ കോയിൽ സസ്പെൻഡഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ബൈ എ ഫൈബർ. അപ്പോൾ ഒരു റെക്ടാങ്കുലർ കോയിലിനെ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ഫൈബർ ഉപയോഗിച്ചിട്ട് തൂക്കിയിട്ടിരിക്കുന്നു. ഇതാണ് മൂവിങ് കോയിൽ ഗാൽവനോമീറ്ററിൻ്റെ ഭാഗം. ഇനി മൂവിങ് കോയിൽ ഗാൽവനോമീറ്ററിൻ്റെ തിയറി നമുക്ക് നോക്കാം. ഇതിൽ കോയിലിലൂടെ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട് പറഞ്ഞാൽ അത് നമ്മൾ നേരത്തെ പഠിച്ചൊരു ടോർക്ക് ഉണ്ടാവുന്നു. അപ്പോൾ ആ രണ്ട് ടൈപ്പ് ടോർക്കുകൾ അതിൽ ഉണ്ടാവുന്നുണ്ട്. ഒന്ന് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഉണ്ടാവും. അപ്പോൾ അതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് എന്തുണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ അതിന് തിരിച്ചു വരുന്നതിന് വേണ്ടിയിട്ട് ഒരു റെസ്റ്റോറിംഗ് ടോർക്ക് ഉണ്ടായിരിക്കും. ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്. INAB തൊട്ട് മുമ്പ് പഠിച്ചു. അത് റെസ്റ്റോറിംഗ് ടോർക്കിന് ഈക്വൽ ആണ്. റെസ്റ്റോറിംഗ് ടോർക്കിന്റെ വാല്യൂ തീറ്റയാണ്. സോ വി ക്യാൻ റൈറ്റ് INAB ഈസ് ഈക്വൽ ടു C തീറ്റ. ഇതിൽ C എന്ന് പറയുന്നത് കപ്പിൾ പെർ യൂണിറ്റിസ്റ്റ് ആണ്. അതുപോലെ തന്നെ തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ ആണ്. ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് I ഈസ് ഈക്വൽ ടു C ബൈ NAB ഇൻറ്റു തീറ്റ. ഇതിൽ C, N, A, B കോൺസ്റ്റൻസ് ആണ്. സോ വി ക്യാൻ റൈറ്റ് I പ്രൊപ്പോർഷണൽ ടു തീറ്റ. ദിസ് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ. ഇനി എന്താണ് മൂവിങ് കോയിൽ ഗാൽവനോമീറ്ററിന്റെ ഫിഗർ ഓഫ് മെറിറ്റ് നോക്കാം. ഇറ്റ് ഈസ് ദ കറണ്ട് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് എ ഡിഫ്ലക്ഷൻ ഓഫ് 1 millimeter ഓൺ എ സ്കെയിൽ വിച്ച് ഈസ് പ്ലേസ്ഡ് അറ്റ് 1 meter ഫ്രം ദി മിറർ ഓഫ് ദി ഗാൽവനോമീറ്റർ. ആ ഗാൽവനോമീറ്ററിന്റെ മിററിൽ നിന്ന് 1 meter അകലെയുള്ള ഒരു സ്കെയിലിൽ 1 millimeter ഡിഫ്ലക്ഷൻ തരാൻ ആവശ്യമായ കറണ്ട്. ആ കറണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫിഗർ ഓഫ് മെറിറ്റ്. ഇനി എന്താണ് സെൻസിറ്റിവിറ്റി ഓഫ് ഗാൽവനോമീറ്റർ? എ ഗാൽവനോമീറ്റർ ഈസ് സെഡ് ടു ബി സെൻസിറ്റീവ് ഇഫ് ഇറ്റ് ഗിവ്സ് ലാർജ് ഡിഫ്ലക്ഷൻ ഫോർ സ്മോൾ കറണ്ട്. ഒരു ചെറിയ കറണ്ടിന് ലാർജ് ഡിഫ്ലക്ഷൻ തരികയാണെങ്കിൽ ഗാൽവനോമീറ്റർ സെൻസിറ്റീവ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. നമ്മൾ പഠിച്ചു INAB C തീറ്റയാണ്. അപ്പോൾ ഇതിൽ നിന്ന് തീറ്റ ബൈ ഐയുടെ വാല്യൂ നമുക്ക് കിട്ടും NAB ബൈ C ആണ്. ഫോർ എ ഗിവൺ കറണ്ട്
Theta is large when N, A and B are large and C is small. ഒരു ഗിവൺ കറണ്ടിന് തീറ്റ എപ്പോഴാണ് ലാർജ് ആയിരിക്കുക? N നമ്പർ ഓഫ് ടേൺസ്, A ഏരിയ, അതുപോലെ തന്നെ B മാഗ്നറ്റിക് ഫീൽഡ്, ഇവ ലാർജ് ആയിരിക്കുമ്പോൾ, അതുപോലെ തന്നെ C സ്മോൾ ആയിരിക്കുമ്പോൾ. C എന്ന് പറഞ്ഞാൽ കപ്പിൾ പെർ യൂണിറ്റ് ഡിസ്റ്റൻസ്. കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്റർ ഇൻടു അമ്മീറ്റർ. എങ്ങനെയാണ് ഗാൽവനോമീറ്ററിനെ അമ്മീറ്റർ ആക്കണമെന്ന് നോക്കാം. By connecting a small resistance parallel to galvanometer, we can convert galvanometer into ammeter. ഒരു സ്മോൾ റെസിസ്റ്റൻസ് ഗാൽവനോമീറ്ററിന് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുക. അങ്ങനെ പാരലൽ ആയിട്ട് ഒരു സ്മോൾ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഷണ്ട്. ഇങ്ങനെ ഒരു സ്മോൾ റെസിസ്റ്റൻസ് പാരലൽ ആയിട്ട് ഗാൽവനോമീറ്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ അറേഞ്ച്മെന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അമ്മീറ്റർ. ഗാൽവനോമീറ്റർ സാധാരണയായിട്ട് കറണ്ട് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, കറണ്ടിന്റെ സാന്നിധ്യം ഉണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. കറണ്ട് അളക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അമ്മീറ്റർ ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഫിഗറിൽ നമുക്ക് കാണാം ഗാൽവനോമീറ്റർ G, അതിന് പാരലൽ ആയിട്ട് ഒരു റെസിസ്റ്റൻസ്, സ്മോൾ റെസിസ്റ്റൻസ് S കണക്ട് ചെയ്യുന്നു. അപ്പോൾ ആ അറേഞ്ച്മെന്റ് അമ്മീറ്റർ ആയിട്ട് മാറി. ഇതിലെ ടോട്ടൽ കറണ്ട് I ആണ്. ഗാൽവനോമീറ്ററിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് IG ആണ്. ബാക്കിയുള്ള കറണ്ട്, അതായത് I-IG ആണ് എസ്സിലൂടെ പാസ് ചെയ്യുന്നത്. വി ക്യാൻ റൈറ്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് G is equal to പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് S. ക്യാപിറ്റൽ Gക്ക് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറഞ്ഞാൽ അവിടുത്തെ കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ആണ്. അത് IG ഇൻറ്റു G ആണ്. അപ്പോൾ IG ഇൻറ്റു G is equal to I-IG ഇൻറ്റു എസ്. I-IG എന്ന് പറയുന്നത് എസ്സിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടാണ്. അതുപോലെ തന്നെ എസ് എന്ന് പറയുന്നത് ആ ഷണ്ട് റെസിസ്റ്റൻസ് ആണ്. സോ വി ക്യാൻ റൈറ്റ് IG ഇൻറ്റു G ഇസ് ഈക്വൽ ടു I-IG ഇൻറ്റു എസ്. ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുന്ന സമയത്ത് IG ഇൻറ്റു G ഇസ് ഈക്വൽ ടു IS മൈനസ് IGS. ആ മൈനസ് IGSനെ ഇങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് പ്ലസ് IGS ആയി. അപ്പോൾ നമുക്ക് അത് രണ്ടിൽ നിന്നും കോമൺ ആയിട്ട് IG എടുത്തു കഴിഞ്ഞാൽ IG ഇൻറ്റു G പ്ലസ് എസ് ഇസ് ഈക്വൽ ടു IS. ഇതിൽ നിന്ന് നമുക്ക് IGയുടെ വാല്യൂ കാണാം. G പ്ലസ് എസ് നേരെ അടിയിലേക്ക് വരും. അപ്പോൾ IG ഇസ് ഈക്വൽ ടു IS ബൈ G പ്ലസ് എസ്. ഇങ്ങനെ നമുക്ക് ഗാൽവനോമീറ്ററിലൂടെയുള്ള കറണ്ട് കണ്ടെത്താൻ സാധിക്കും. Ammeter is a low resistance device, so it is always connected series to a circuit. അമ്മീറ്റർ എന്ന് പറയുന്നത് ഒരു ഗാൽവനോമീറ്ററിനായിട്ട് നമ്മൾ സ്മോൾ റെസിസ്റ്റൻസ് പാരലലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അപ്പോൾ അതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ആ സ്മോൾ റെസിസ്റ്റൻസിനേക്കാൾ ചെറുതായിരിക്കും. അതുകൊണ്ട് അമ്മീറ്റർ എങ്ങനത്തെ ഡിവൈസാണ്? ലോ റെസിസ്റ്റൻസ് ഡിവൈസാണ്. അതുകൊണ്ട് നമ്മൾ അമ്മീറ്ററിനെ ഒരു സർക്യൂട്ടിൽ കണക്ട് ചെയ്യുമ്പോൾ എപ്പോഴും എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്റർ ഇൻടു വോൾട്ട് മീറ്റർ. ഇപ്പോൾ ഗാൽവനോമീറ്ററിനെ നമ്മൾ വോൾട്ടേജ് അളക്കുന്ന ഒരു ഡിവൈസ് ആക്കിയിട്ട്, അതായത് വോൾട്ട് മീറ്റർ ആയിട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാൻ നോക്കാം. ബൈ കണക്ടിങ് എ ഹൈ റെസിസ്റ്റൻസ് സീരീസ് ടു ഗാൽവനോമീറ്റർ. ഒരു ഹൈ റെസിസ്റ്റൻസിനെ ഗാൽവനോമീറ്ററിന് സീരീസ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നു. അപ്പോൾ അറേഞ്ച്മെന്റ് എന്തായിട്ട് മാറി? വോൾട്ട് മീറ്റർ ആയിട്ട് മാറി. ഇപ്പോൾ ഫിഗറിൽ നമുക്ക് കാണാം ഗാൽവനോമീറ്ററിന് സീരീസ് ആയിട്ട് ഒരു ഹൈ റെസിസ്റ്റൻസ് R കണക്ട് ചെയ്യുന്നുണ്ട്. അതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് രണ്ട് സീരീസ് ആയതുകൊണ്ട് സെയിം കറണ്ടാണ് പാസ് ചെയ്യുന്നത്, IG. അതുപോലെ തന്നെ ആ അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ നമുക്ക് V ആണ് കിട്ടുന്നത്. സോ വി ക്യാൻ റൈറ്റ് V ഇസ് ഈക്വൽ ടു IG ഇൻറ്റു ടോട്ടൽ റെസിസ്റ്റൻസ്. ടോട്ടൽ റെസിസ്റ്റൻസ് അവിടെ G പ്ലസ് R ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? V ഇസ് ഈക്വൽ ടു IG ഇൻറ്റു G പ്ലസ് R. ഇതിൽ നിന്ന് നമുക്ക് V ബൈ IG ഇസ് ഈക്വൽ ടു G പ്ലസ് R കിട്ടി. അതിൽ നിന്ന് R ഇസ് ഈക്വൽ ടു V ബൈ IG മൈനസ് G എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ആ ഹൈ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കണ്ടെത്താനുള്ള ഫോർമുല കിട്ടി. R ഇസ് ഈക്വൽ ടു V ബൈ IG മൈനസ് G. ഇനി വോൾട്ട്മീറ്റർ ഈസ് എ ഹൈ റെസിസ്റ്റൻസ് ഡിവൈസ്. വോൾട്ട്മീറ്റർ ഒരു ഹൈ റെസിസ്റ്റൻസ് ഡിവൈസ് ആണ്. കാരണം ഗാൽവനോമീറ്ററിന് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എഫക്റ്റീവ് റെസിസ്റ്റൻസ് പറഞ്ഞാൽ Gയും Rഉം കൂടി കൂട്ടിയതാണ്. അപ്പോൾ ഹൈ റെസിസ്റ്റൻസ് ആയി അത്. സോ ഇറ്റ് ഈസ് കണക്റ്റഡ് പാരലൽ ടു എ സർക്യൂട്ട്. അപ്പോൾ ഒരു സർക്യൂട്ടിൽ വോൾട്ട് മീറ്റർ എപ്പോഴും പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്യുക. കാരണം വോൾട്ട് മീറ്റർ ഈസ് എ ഹൈ റെസിസ്റ്റൻസ് ഡിവൈസ്.